ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. 2-3 ദിവസം മുന്നേ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയായിരിക്കും. ഞാൻ പറഞ്ഞതാണെന്ന് തോന്നുന്നില്ല. പേഴ്സണലി പറയാം, ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ ഒരിക്കലും ഭയങ്കര ഹ്യൂജ് റീച്ചിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. അങ്ങനെ ചെയ്യാനായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ ചെയ്യാമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇത് അറിയാൻ ഞാൻ കുറച്ച് താമസിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, എൻ്റെ റിയാലിറ്റി എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് ഒരു ഗുഡ് വിൽ ഉണ്ടാക്കിയെടുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യ സമയങ്ങളിൽ കോനാമ്പേച്ചും വിവരക്കേടും ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്തും വ്യൂസ് ഉണ്ടാക്കിയ ആളാണ് MRC തൊപ്പി എന്ന് പറയുന്ന വ്യക്തി. അങ്ങയുടെ ലൈഫിൽ നിന്ന് അങ്ങേർക്കൊന്ന പാഠങ്ങൾ അങ്ങനെ പഠിപ്പിച്ച് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ വിവരമില്ലാത്തവന്മാരെ, എഡ്യൂക്കേഷൻ ഇല്ലാത്തവന്മാരെ, പൊതുസമൂഹത്തിനോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത MRC മമ്മു എന്ന് പറയുന്ന ഒരു വ്യക്തി, സത്യം പറയാം, ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോട് ഇവൻ കാണിച്ചത് ഭൂലോക പോക്കൃത്തരമാണ്. പറയാതിരിക്കാൻ ഞാൻ സത്യമായിട്ട് പറയാം, ഇത് കണ്ടപ്പം വേറെ ആരെങ്കിലും വരുന്നുണ്ട് ഇവൻ്റെ ചെവിക്കണി 2 അടി കൊടുക്കണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. സാറേ ഫേമസ് ആണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ മമ്മു അല്ലെന്നുണ്ടെങ്കിൽ MRC ഗ്യാങ് എന്നൊരു ഒരു കാര്യം നിങ്ങൾ അറിയണം. അല്ലെന്നുണ്ടെങ്കിൽ MRC മമ്മു എന്ന് പറയുന്നത് വിവരമില്ലാത്തതിനോട് ഞാൻ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ചാനൽ MRC തൊപ്പിയുടെ, MRC ഗ്യാങ്ങിൻ്റെയോ MRC മമ്മുവിൻ്റെയോ അല്ല. നിങ്ങൾക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. MRC തൊപ്പി എന്ന് പറയുന്ന വ്യക്തി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആദ്യമേ വിവരക്കേടാണെങ്കിലും ആ റിയാലിറ്റി അംഗീകരിച്ചുകൊണ്ട് ആ വിവരക്കേടിൽ നിന്നൊക്കെ മാറി നിൻ്റെയൊക്കെ കൂടെ നിന്നെയൊക്കെ ഒരു ലെവൽ വരെ പുള്ളിയാക്കി. എന്നിട്ടും ഈ ഇതിന് പറയേണ്ട പേര് വരെ അതെനിക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമായിട്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ടും നന്നാവത്തില്ലെന്നുണ്ടെങ്കിൽ അത് നാട്ടുകാർ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിയമം തന്നെ അത് ചെയ്യേണ്ട രീതി തന്നെ ചെയ്യണം. എത്ര നാൾ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് ഭൂലോക ഇല്ലായ്മ പറഞ്ഞിട്ട് ചിന്തിക്കണം. ഞാൻ ഈ വാളിപ്പുള്ളാടെ മെൻറ്റാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പറഞ്ഞാൽ ഞാൻ വലിയ ഹീറോ, ഇന്ന ആളെ തെറി വിളിച്ചാൽ ഞാൻ വലിയ സംഭവം. ആരെങ്കിലും കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടും എവിടുന്നെങ്കിലും, പോലീസുകാരുടെ ആണെങ്കിൽ അങ്ങനെ. തൊപ്പിക്കൊക്കെ നല്ല ഇടി കിട്ടിയിട്ടുണ്ടെന്നാണ് തൊപ്പി തന്നെ വന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെ അവസ്ഥ ഈ പറയുന്ന വിവരമില്ലാത്തതിന് വരാത്തത് കൊണ്ടാണ് അവൻ പഠിക്കാത്തത്. എന്ത് വന്നാലും താങ്ങാൻ പുറകെ ഇവന്മാരുണ്ട് എന്നുള്ള ധൈര്യം. പിന്നെ കുറേ ഗുണ്ടകളും അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഇവരിപ്പം ഒരു കാര്യം മനസ്സിലാക്കും, ലോകത്തിലെ ഏറ്റവും വലിയ ചാനൽ MRC തൊപ്പിയുടെ, MRC മമ്മുവിൻ്റെ, MRC ഷമീറിൻ്റെ ഒന്നും കൂട്ടത്തിൽ വിവരമുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്ന MRC ഷമീർ, അവൻ അത്യാവശ്യം വിവരമുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. തൊപ്പി ഇപ്പോൾ ഓക്കെ, ബാക്കിയുള്ളവന്മാരെല്ലാം ഇല്ലേ, ജാസിയും വലിയ കുഴപ്പമില്ല, ബാക്കിയുള്ളവന്മാരെല്ലാം കാലാംകുറ്റിക്ക് കൈവച്ച് കൊടുത്ത വാഹനങ്ങളാണ്. വിവരമില്ല, ചുമ്മാ എടുത്തിയാടി റാംബോ എന്ന് പറഞ്ഞതൊക്കെ കാണിക്കുന്ന. എനിക്ക് കണ്ടിട്ട് വ്യക്തിയായിട്ട് ഞാൻ പറയാം, ഓരോരുത്തർക്കും ഒരു അഭിപ്രായമായിരിക്കും. എനിക്ക് ഓമാളത്തരമായിട്ടാണ് ചിരിപ്പിക്കാൻ വേണ്ടി കാണിക്കാം. റിയൽ ലൈഫ് ഇതാതെയാന്ന് പറഞ്ഞു വെക്കഴിഞ്ഞാൽ ആടിയിൽ ഇങ്ങനെ ഇരി കിട്ടത്തേ ഉള്ളൂ. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കാണാം, എൻജോയ് ചെയ്യാം, അവിടെ വെച്ച് കളയാം. അല്ലാതെ റിയൽ ലൈഫിൽ ഈ പറയുന്ന മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറാനുള്ള സാമാനമായിട്ട് ഇതിനെ കരുതി കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, എസ്പെഷ്യലി MRC തൊപ്പിയെ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അവനാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാം ഒരു ലെവലാക്കിയേക്കുന്നത്. അത് കളഞ്ഞ് കുളിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ കുറേ എണ്ണമാണ് ഈ പറഞ്ഞ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വൾഗർ സംഭവം വന്നേക്കുന്ന പറയുന്നത് ഈ മമ്മു എന്ന് പറയുന്നതിനോടാണ്. അവൻ വെറും വിവരം. അവനെ സത്യം പറയാം, അവനെ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ കൊണ്ട് നിർത്താം, പിള്ളേർക്കുണ്ട് അതിനേക്കാളും വിവരം. തമാശയായിട്ട് പറയല്ലോ, 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേർക്ക് അവനേക്കാട്ടിലും വിവരം ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യം. ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറ. എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറി അവൻ അടിപൊളിയാണ്, പൊളിയാണ്. പക്ഷേ റിയൽ ലൈഫിൽ കാണിക്കുന്നത് നന്ദലാഴി. ആടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് നീ ഇപ്പോൾ ഭയങ്കര റെപ്യൂട്ടഡ് ചാനലാണ് തൊപ്പിയുടെ വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. പണ്ട് ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻ, ഈ പറഞ്ഞ ഉടായ്പ ആപ്ലിക്കേഷൻസും കുറേയൊക്കെ പ്രൊമോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നവരാണ് എല്ലാവരും. ആരും നല്ലവരെന്നൊന്നും പറയുന്നില്ല. പിന്നെയെങ്കിലും മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കാത്ത രീതി ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഈ ലൈവ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ടോ നിങ്ങൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഇൻഫ്ലുവൻസ് ആവുമായിരിക്കും. പിന്നെ നാട്ടുകാരുടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും നമ്മൾ വ്ളോഗ് എടുക്കുമ്പോൾ നമ്മളെ ന്യായീകരിച്ചുകൊണ്ടേ വ്ളോഗ് എടുക്കത്തുള്ളൂ. അപ്പം ഇപ്പോൾ എൻ്റെ കണ്ണെന്നുള്ള രീതി ക്യാമറ കാണുകയാണെന്നുണ്ടെങ്കിൽ
എനിക്കിനെ കുറച്ചൊക്കെ മാനിപ്പുലേറ്റ്, എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതും പറയുന്നില്ല, കുറച്ചൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഈ പറയുന്നവനെ തള്ളുന്നതും ഇടിക്കുന്നതും പിടിക്കുന്നതായിട്ടുള്ള ഒരു വിഷ്വൽസും അവന്മാരുടെ കയ്യിലില്ല. ചുമ്മാ എന്തോ സംസാരിക്കുന്നൊരു വിഷ്വൽസ് ഉണ്ട്. അതിന് ഇവന്മാർ CRPF അവന്മാരെ നാവിക്ക് ചവിട്ടും. അവന്മാർ കൊണ്ടുകൊണ്ട് വീട്ടിൽ വരാനേ പറ്റത്തുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കേന്ദ്ര ഗവൺമെൻറ്റാണ്, കേരള ഗവൺമെൻറ് അല്ല. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പാവം പിടിച്ചവൻ്റെ പേര് കളയാതിരിക്കുക. നിന്നെപ്പോലെ ദൈവത്തെ ഒരു തൊപ്പി ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് LKG-യിലോ UKG-യിലോ വരത്തില്ല. ഈ മുട്ടയെന്ന് ഇല്ലാത്ത കുഞ്ഞുങ്ങളെ കാണാൻ കൂടെ എടുത്ത് അവിടെ നിന്ന് അവൻ പഠിച്ചു തരട്ടെ. ഇല്ലെങ്കിൽ നാട്ടുകാരുടെ അടി കൊണ്ടവൻ ചാവും.